എല്ലാ സർക്കാർ വണ്ടിക്കും വേറെ ഒരു രജിസ്ട്രേഷൻ നമ്പർ വരാൻ പോകാൻ. സംസ്ഥാന സർക്കാർ വാഹനങ്ങൾക്ക് അത് ഉടനെ തന്നെ ഇറങ്ങും, ഉത്തരവ് ഉടനെ ഇറങ്ങും. സംസ്ഥാന സർക്കാരുകളുടെ വാഹനങ്ങളെല്ലാം എത്രയാണ് KL 90 KL 90. പിന്നെ ABC എന്ന് പോകും. 90A എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് വാഹനങ്ങളായിരിക്കും. 90A എന്ന് പറയുന്നത് പിന്നെ കേന്ദ്ര ഗവൺമെൻറ് വാഹനമായിരിക്കും. 19C എന്ന് പറയുന്നത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയുള്ള വാഹനമായിരിക്കും. D എന്ന് പറയുന്നത് മറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, ഈ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വണ്ടികൾ 90D ആയിരിക്കും. C ആയിരിക്കും. 90 എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് കാർ. 90A എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്. 90C എന്ന് പറയുമ്പോൾ അത് പിന്നെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ. 90C എന്ന് പറയുമ്പോഴേക്കും അത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ. പ്രത്യേക രജിസ്ട്രേഷൻ ആയിരിക്കും. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് അതിൻ്റെ രജിസ്ട്രേഷൻ ഓഫീസ് ഓൺലൈനിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. എന്നാൽ പോലും തിരുവനന്തപുരത്ത് നാഷണലൈസ്ഡ് സെക്ടറുമായി ചേർന്നുകൊണ്ടായിരിക്കും വരുന്നത്. അതിൻ്റെ ഉത്തരവും ഉടൻ തന്നെ പുറത്തിറങ്ങുക. എല്ലാം റെഡിയാണ്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും പൂർത്തിയായിട്ടുണ്ട്. വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു ശുപാർശയും ആവശ്യവുമായിരുന്നു. ആ ആവശ്യം നടപ്പിലാക്കുന്നു. അതുപോലെ നമ്മൾ ഹിയറിംഗ് കഴിഞ്ഞിരിക്കുന്നു. 503 പുതിയ പ്രൈവറ്റ് ബസ് റൂട്ടുകൾ ഇറക്കും എന്ന് നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നു. അതും ഏതാണ്ട് നോട്ടിഫിക്കേഷൻ ആയിട്ടുണ്ട്. അതിൻ്റെ ഹിയറിംഗ് കഴിഞ്ഞു. 2-3 ദിവസത്തിനുള്ളിൽ ഈ ആഴ്ച തന്നെ അതിൻ്റെ ഉത്തരവ്. 503 പുതിയ റൂട്ടുകൾ KSRTC ബസ്സുകളോ പ്രൈവറ്റ് ബസ്സുകളോ ഇതുവരെ ഓടിയിട്ടില്ലാത്ത, ഓടാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങൾ ചെറിയ ബസ്സുകൾ വാങ്ങി ഓടിക്കുക. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടി ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ യുവതികൾക്ക്, കൂട്ടുകാർക്ക്, അങ്ങനെ ഫാമിലിക്ക് ചെറിയ മിനി ബസ്സുകൾ വാങ്ങി ഓടിക്കാൻ കഴിയുന്ന ഇതുവരെ സർവീസ് ഇല്ലാത്ത റൂട്ടുകൾ. അത് ലാഭമാകുമെന്ന് ഞാൻ പറയാൻ കാരണം, ഈ ഒരു ഐഡിയ ഞാൻ പറയുമ്പോൾ ഇത് ലാഭത്തിലായിത്തീരും എന്ന് എനിക്കറിയാം. കാരണം ഇതേ കാര്യം KSRTCയിൽ ഇപ്പോൾ പരിശോധിച്ചു. പ്രൈവറ്റ് ബസ്സോ KSRTC ബസ്സുകളോ പോകാത്ത പ്രാദേശിക റൂട്ടുകളിൽ ചെറിയ മിനി ബസ്സുകൾ KSRTC ഓടിച്ചതെല്ലാം വലിയ വിജയമാണ്. 1 കിലോമീറ്റർ ഓടുമ്പോൾ 56 രൂപ വരെ EPK കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പദ്ധതി വൻ വിജയമായിരിക്കും. ഇതുവരെ വണ്ടി ഓടാത്ത റൂട്ടുകളെന്ന് പറയുമ്പോൾ യാത്രക്കാർ ഇന്ന് യാത്രയ്ക്ക് വേണ്ടി നടന്നു പോവുകയും ഓട്ടോറിക്ഷ പിടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ജീപ്പിൽ യാത്ര ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക്, ഉൾപ്രദേശമൊക്കെ ആയിരിക്കും, ആദിവാസി മേഖലകളും വനമേഖലകളും ഒക്കെ ആയിരിക്കും ഇത് പോകുന്നത്. മെയിൻ റോഡിൽ ഇറങ്ങും, മെയിൻ റോഡിൽ വന്ന് ചേരും. അവിടെ കൂടെയൊക്കെ കറങ്ങി മെയിൻ റോഡിൽ വന്ന് ചേരും, ജംഗ്ഷനിൽ വന്ന് ചേരും. അപ്പോൾ ഈ കണക്ടിവിറ്റി MLA മാരും പഞ്ചായത്ത് മെമ്പർമാരും എല്ലാവരും, ഗ്രാമസഭ കൂടി MLA മാരുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിട്ട് തിരഞ്ഞെടുത്ത 503 റൂട്ടുകളാണ് ആദ്യഘട്ടത്തിൽ. തർക്കം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇതുവരെ ആരും ഓടാത്ത, പ്രൈവറ്റ് ബസ്സോ KSRTC ഓടാത്ത വെർജിൻ റൂട്ടുകൾ 503 എണ്ണം. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഹിയറിംഗ് കഴിഞ്ഞു. അതിൻ്റെ ബന്ധപ്പെട്ട കക്ഷികളെല്ലാം ഹിയർ ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ റിപ്പോർട്ട് വന്നാൽ ഈ ആഴ്ച തന്നെ, ഇതിൻ്റെ ചൊവ്വാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഉത്തരവും ഇറങ്ങും. അപ്പോൾ 4 കാര്യങ്ങൾ കേരള നിയമസഭയിലും മാധ്യമങ്ങളോടും ജനങ്ങളോടും ട്രാൻസ്പോർട്ട് വകുപ്പ് പറഞ്ഞ കാര്യങ്ങളാണ്. 1, സർക്കാർ വണ്ടികളുടെ കാലാവധി വർദ്ധിപ്പിക്കുന്നു. 2, ഈ കേന്ദ്രം ഉയർത്തിയ 3 ഇരട്ടി 4 ഇരട്ടിയായി ഉയർത്തിയ റീ രജിസ്ട്രേഷൻ ചാർജ് വെട്ടിക്കുറച്ചിരിക്കുന്നു. 3-മത്തത് ഇതാണ്, പിന്നെ വെർജിൻ റൂട്ടുകൾ ഉപയോഗിക്കും എന്ന് പറഞ്ഞിരുന്നു. അതാണ് 503 റൂട്ടുകൾ വരുന്നത്. പിന്നെ നമ്പർ പ്ലേറ്റ് സംസ്ഥാന കേന്ദ്ര സർക്കാർ. അപ്പോൾ വണ്ടി കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. 90യിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം ഗവൺമെൻറ് കാറായിരിക്കും. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും വരും. അങ്ങനെ 90. അപ്പോൾ ഇത് മുഴുവൻ 90 കഴിഞ്ഞ് കഴിഞ്ഞാൽ 90D എടുക്കുന്നത്, 90D വരുന്നത് വീണ്ടും സംസ്ഥാന സർക്കാർ. അത്രയും വണ്ടി രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ പോലീസ് വണ്ടി അടക്കം എല്ലാം KSRTCക്ക് നമ്പർ 15 KL 15 എന്ന് പറയുന്നത് പോലെ ഇത് 90-ലായിരിക്കും. എല്ലാം പഞ്ചായത്തിൻ്റെ വണ്ടികളും എല്ലാം അതിലായിരിക്കും വരുന്നത്. ഇത്രയും 4 കാര്യങ്ങൾ നിയമസഭയിലും പുറത്തുമായി നൽകിയ ഉറപ്പുകൾ പാലിച്ചിരിക്കുക.